പെട്രോൾ ഡീസൽ പാചകവാതക വൻ വിലവർദ്ധനവിനെതിരെ AITUC കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ പെട്രോൾ പമ്പിന് മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. AITUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അജികുമാർ ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനയ്ക്കെതിരെ AITUC കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ പെട്രോൾ പമ്പിന് മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധ സമരം AITUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അജികുമാർ ഉദ്ഘാടനം ചെയ്തു. പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 8ഓളം പ്രാവശ്യം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും CNGയുടെയും പാചകവാതകത്തിൻ്റെയും വില കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ചത്. ഇതിനെ ഏറ്റവും മൃദുവായി പറഞ്ഞാൽ കണ്ണിൽ ചോരയില്ലാത്ത നടപടി എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. സാധാരണ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത രൂപത്തിൽ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ഇവരിപ്പോൾ പറയുന്നത് പശ്ചിമേഷ്യ യുദ്ധമാണ്. ഞങ്ങൾക്ക് അവരോട് ചോദിക്കാനുള്ളത്, അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുമ്പോൾ നിങ്ങൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വില കുറച്ചിട്ടുണ്ടോ? നിങ്ങൾ കുറച്ചിട്ടില്ലല്ലോ. അതുമാത്രവുമല്ല, ഈ കാലത്താണ് ഈ BPSCL അടക്കം, IOC അടക്കം, റിലയൻസ് അടക്കം ഏറ്റവും വലിയ എണ്ണ കമ്പനിക്കാർ ഏറ്റവും വലിയ കൊള്ളലാഭം എടുക്കുന്ന ഘട്ടമാണിത്. ഏറ്റവും വലിയ കൊള്ളലാഭം 2014 മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഒരു ബാരലിന് $98 ആയിരുന്നു. പ്രിയമുള്ളവരെ, 2016 അത് കേവലം 32 രൂപയായി കുറഞ്ഞു. അന്ന് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയ്ക്കകത്ത് ഒരു നയാ പൈസയുടെ കുറവ് കേന്ദ്ര ഗവൺമെൻറ് വരുത്തിയില്ല. അതാണ് സങ്കടകരമായ വസ്തുത. നോക്കിക്കേ, വാണിജ്യ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില ഒറ്റയടിക്കാണ് 993 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ 60,000-ഓളം ഹോട്ടലുകളുണ്ട്. അതിനെ പ്രത്യക്ഷമായും പരോക്ഷമായും 35 ലക്ഷം മനുഷ്യരാണ് ആ ഹോട്ടൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. അവരെയെല്ലാം ദുഃഖദുരിതത്തിൻ്റെ സങ്കടക്കടലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അബ്ദുൽ വാഹിദ് അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി വി പ്രസാദ് സ്വാഗതം പറഞ്ഞു. ഉണ്ണി ജയവാര്യത്ത്, നഗരസഭാ കൗൺസിലർ മിനി സലീം, TA നസീർ, മുഹമ്മദ് റാഫി, വേലിയിൽ സജീർ, KR അരിക്കു, വി പ്രസാദ്, KR നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.